എന്നിത്യാദി തമാശകളൊക്കെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്തകളിലേക്ക് അവളുടെ ബോഡി ലാംഗ്വേജ് മാറിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവൾക്ക് വിവാഹം ചെയ്യിച്ചു കൊടുക്കണം. പിന്നെ പഠിച്ചോട്ടെ, വിവാഹം കഴിച്ചെന്ന് വിചാരിച്ച് പഠിക്കാണ്ടിരിക്കണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസ്, ഇസ്ലാമിക് ഫിലോസഫി ആൻഡ് തിയോളജി മഹദി പഠിച്ചത് വിവാഹിതയായതിന് ശേഷമാണ്. ആയിഷ ബീവി ഖുർആൻ ഹിഫ്ള് ചെയ്തത് വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ്. ബീവി റളിയല്ലാഹു അൻഹ ഇൽമുൽ അൻസാബ് പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. ഷിഅറും ഇൽമുൽ അദബും പഠിച്ചത് വിവാഹത്തിന് ശേഷമാണ്. എത്ര ശാസ്ത്രശാഖകൾ മഹദി പഠിച്ചു റളിയല്ലാഹു അൻഹ, ഒക്കെ നബി തങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. അപ്പൊ കല്യാണം ഒരിക്കലും വിദ്യാഭ്യാസത്തിന് തടസ്സമല്ല, അതൊരു പ്രൊട്ടക്ഷനാണ്. അതല്ലെങ്കിൽ വഴിയിലൂടെ പോകുന്ന പലരുടെയും കൂടെ ഇറങ്ങിപ്പോകാവുന്നൊരു ടെൻഡൻസി അവരുടെ ചിന്തകളിൽ പിശാച് കൊണ്ടുവരും. അത് പിശാചിന്റെ വലിയൊരു ചതിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഞാൻ കഴിഞ്ഞ